Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ആനിയുടെ കിച്ചണിൽ ആനിയെ കണ്ടുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്നെ മൊത്തം ഒരു ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമിലല്ലേ നിങ്ങൾ കണ്ടേക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആദ്യം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും റംസാൻ ആശംസകൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയും ദിവസവും വീടുകളിലൊക്കെ ആണെങ്കിൽ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഡിഷസ് ഉണ്ടാക്കും, എല്ലാം ചെയ്ത് ഒരുപാടൊരു മേളവാണ് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിൽ. അതൊരു 6:45 സമയം, ആ സമയത്തൊക്കെയാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാമേ, ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് എന്നതേലൊക്കെ ഒന്ന് കഴിക്കാൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അത് ഒരുക്കിയല്ലേ ഒക്കത്തുള്ളൂ. അന്നേരം അമ്മമാർ എന്ത് ചെയ്യും, ഉച്ച കഴിഞ്ഞ് നമ്മുടെ ആ നോമ്പ് തുറക്കാനുള്ള ഒരു പരിപാടികളായിട്ട് അങ്ങ് തുടങ്ങുവേ. എന്നാൽ ആ അമ്മമാരെ ഒന്ന് കണക്കിലെടുത്തേച്ച് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ എന്നെ പ്രയാസം എന്നറിയാം. ഓരോ വിഭവങ്ങളായിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസം പിടിച്ച പണിയാണ്. എന്തെല്ലാം കാര്യത്തിന് അരിയാനും പിടിക്കാനും ഒക്കെ ആയിട്ട് പോകണം. എന്നാൽ നമ്മൾ എന്നാ ചെയ്യണം, 2-in-1 പ്രോസസ്സ് പോലെ നമുക്കൊരു കാര്യം നടന്നു കിട്ടുവാന്നേൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി തന്നെ കണ്ടുവച്ചത്. പക്ഷേ ഇതൊരു ഡിഷായിട്ട് ഒക്കുകയില്ല, ഞാനിതൊരു സ്റ്റാർട്ടറാണ്. നോമ്പ് തുറന്ന സമയത്ത് നമുക്ക് കഴിക്കാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടർ മാത്രമാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ചാൽ ചിക്കൻ അട. പിന്നെ ഒന്ന് ചെയ്യാൻ പോകുന്നത് കിളിക്കൂട്. കിളിക്കൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചുമ്മാ കിളിക്കൂട് പോലെയല്ല, പക്ഷെ അതിൻ്റെ ഒരു അത് എങ്ങനെയാ പറഞ്ഞു തരുന്നത് അല്ലേ, അത് അങ്ങനെയാണെന്നൊന്നും പറയാൻ എനിക്കറിയാൻ മേല. പക്ഷെ എന്നാലും ചെയ്ത് വരുമ്പോൾ ഒരു കിളിക്കൂടിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സിൽ നമുക്ക് അറിയാനൊക്കത്തുള്ളൂ. ഇനി കൂടുതൽ ടെൻഷനൊന്നും വേണ്ട, നമുക്ക് അതിന് വേണ്ടി സാധനങ്ങൾ എന്നാന്നുള്ളത് നോക്കിയോ. ഇത് കുറച്ച് മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി നെയ്യാന്നു, സവാള കൊച്ചായിട്ട് അരിഞ്ഞേക്കുക, പിന്നെ വേണ്ടിയ കുറച്ച് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആയാലും മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, ഇച്ചിരി ജീരകപ്പൊടിയാണ്, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് ചിക്കൻ കീമായ. ഇത് ഒരു ചിക്കൻ അടയ്ക്ക് വേണ്ടിയുള്ള സാധനമാണ്. പക്ഷെ ഇനി വേണ്ടിയത് എഴുതാമെന്നറിയാവോ, നമ്മളെ കിളിക്കൂടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതേപോലെ ചിക്കൻ കീമയാണെങ്കിൽ ചിക്കൻ കീമ എടുത്തേച്ചാൽ മതി. പക്ഷെ ഞാൻ ചിക്കൻ കീമ ഒന്നിനെടുത്തു, ഒന്നിന് സാധാ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്നാന്ന് എഴുതണം, ഇത് ബോൺലെസ് ആയാൽ അത്രയും നല്ലത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉള്ളി, കുറച്ച് മുളക് പൊടി. ഇത് നമ്മുടെ കാടമുട്ട പുഴുങ്ങി വെച്ചേക്കുവാന്നേ, ഇത് സാധാ കോഴിമുട്ടയാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുക. ഇത് കുറച്ച് വേർമസിലിയാന്നേ. വേർമസിലി സാധാരണ നമ്മൾ പായസത്തിനൊക്കെ പൊടിക്കുവേലേ എന്ന് പറഞ്ഞ കൂട്ട് കുഞ്ഞാക്കണം. പിന്നെ ഇതെല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എന്നാന്നറിയാവോ, കുറച്ച് നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ ഒരു കാര്യം മറന്നുപോയി, അതിന് ഞാൻ എടുത്തൊന്നും പറയണ്ട. ഞാൻ ഈ ആനീസ് കിച്ചൺ തുടങ്ങിയ നേരം തൊട്ട് ഞാൻ കാണിക്കാൻ തുടങ്ങുന്ന ഒരു കാര്യമായി. ഈ ഭരണി കാണുമ്പോഴേ അറിയാൻ മേലെ ഇത് ഉപ്പാന്ന്. ഇനി ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2-in-1 പ്രോസസ്സാണ്. വേഗം പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എല്ലാത്തിനും ഒരേ ചേരുവകൾ തന്നെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ അടുപ്പിൽ 2 അടുപ്പിലും ഓരോ പാൻ അങ്ങ് വെച്ചത്. എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ. ഈ എണ്ണ എന്നാത്തിനാണോ, ഉള്ളി വഴറ്റാനാന്നേ. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യണം, ഉള്ളി ഇട്ടൊന്ന് വഴറ്റണം. രണ്ടിൻ്റെയും ഉള്ളി തമ്മി മാറിപ്പോയേക്കല്ല. ഒരേ അളവാന്നു ഇല്ലാന്നല്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടിലും കൺഫ്യൂഷൻ ഇല്ല. ഇപ്പൊ രണ്ടിലും ഞാൻ ഒരുപോലെ ഉള്ളി ആയിട്ടേക്കുന്നത്. ഇതിനകത്ത് ഒരു കൺഫ്യൂഷനും വരികയില്ല, പക്ഷെ നമുക്ക് 2 ഡിഷായിട്ട് കിട്ടുകയും ചെയ്യുവേ. ഇതിനകത്തോട്ട് 2 പേർക്കും ഒരുപോലെ പച്ചമുളക് എരിവ് കണക്കാക്കി വെച്ച് ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തും 2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്നാന്നോ, നമ്മുടെ ഉള്ളി ഒന്ന് നല്ലതായിട്ടൊന്ന് വാടിയേച്ച്
നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. അല്ലേലുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് അടി പിടിക്കുവേ. അന്നേരം പിന്നെ നമ്മുടെ ഉള്ളി ഒന്ന് വാടാനായിട്ടൊക്കെ ഇരിച്ചൊരു പ്രയാസം വരും. അതിലും ഭേദം ഉള്ളി നല്ലതായിട്ടൊന്ന് വാടിയതിന് ശേഷം മാത്രം ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇനി രണ്ടും ഒന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പ് വീതം ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണേ, പിന്നെ ആന്നേൽ മാറിപ്പോയാൽ ഉപ്പിട്ടില്ല എന്നും പറഞ്ഞേച്ച് നമ്മൾ പിന്നെ ആണേൽ അങ്ങ് ഉപ്പ് ചേർക്കും. നമുക്ക് ഇതിനകത്ത് എരിവ് വരുന്നത് എന്നാന്നറിയാവോ? പച്ചമുളകാണ് കൂടുതൽ എരിവ് വരുന്നത്. പിന്നെ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. എരിവ് എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മുളക് പൊടി പേരിനാ ചേർക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ആ രണ്ടിൻ്റെയും മുളക് പൊടിയുടെ സ്വാദ് കൂടെ വരണം എന്ന് തോന്നുവാന്നേൽ നമ്മൾ കുരുമുളകും പച്ചമുളകിൻ്റെയും അളവ് ഇച്ചിരി ഒന്ന് കുറച്ചേക്കണം. പക്ഷേ ഇതിന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് പച്ചമുളകും കുരുമുളകുമാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ ടേസ്റ്റിന്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ അമ്മമാർക്ക് ചില പേർക്കൊക്കെ മുളക് പൊടി ചേർത്തില്ല വലിയ പ്രയാസമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഒരിച്ചിരി ചേർക്കുവേ. ഇപ്പം ഇതൊരു ഇച്ചിരി വാടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിവേപ്പില എന്നിടണം. നമ്മുടെ വലിയ ഫ്ലെയിമിലിരിക്കുന്ന ഉള്ളി ആന്നേൽ ഏകദേശം ഒന്ന് വാടിയായിരുന്നേ. അതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ പോവാം. രണ്ട് ഡിഷിനും അതായത് 2 പേർക്കും ഒരുപോലെയാണ് ചിക്കൻ മേടിച്ചേക്കുന്നത്. അന്നേരം പിന്നെ അതിന് രണ്ടിനും ഒരേപോലെ 3 ടീസ്പൂൺ വീതം ഇട്ടേച്ചാൽ മതി. പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മേടിക്കുന്നതിനെക്കാട്ടിലും സ്വാദുണ്ടല്ലോ. ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലൊന്ന് ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും സ്വാദം. ഇപ്പം എൻ്റെ ഫസ്റ്റ് പാൻ, അതായത് വലിയ അടുപ്പയിലിരിക്കുന്ന പാൻ പെട്ടെന്ന് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടുവേ. പക്ഷെ ഇത് ചെറിയ അടുപ്പയിലായതുകൊണ്ട് അതിനൊരു ഇച്ചിരി നേരം എടുക്കുക. അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് ഇച്ചിരി കൂടി ഒന്ന് വഴന്നോട്ടെ. ആ സമയം നമുക്ക് എന്നാ ചെയ്യാമെന്നറിയാവോ? തീ നല്ലതായിട്ട് കുറച്ച് വെച്ച് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഒരു ഏകദേശം ഒരു എന്നാ ഫുൾ സ്കൂപ്പായിട്ട് എടുക്കണ്ട, ഒരു തട്ടി ഒരു 4 ടീസ്പൂൺ എടുക്കും. പെരുംജീരകപ്പൊടി ഒരു 3/4 ടീസ്പൂൺ. ജീരകപ്പൊടിയും ഇതേപോലെ ഒരു കാലും അല്ല അരയല്ലാത്ത ഒരു ഇടയിൽ നിർത്തി വെച്ചാൽ മതിയേ. ഇത് ചിലർക്ക് അന്നേരം പിടിക്കുവേല. ഇതേപോലെ കുറച്ച് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ കുരുമുളക്, അത് എരിവ് അനുസരിച്ച് നമ്മൾ ചേർത്തോണം. ഞാനൊരു 1.5 ടീസ്പൂൺ ഇടുക. എന്നാന്നോ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കണ്ടായോ? അല്ലേ പിന്നെ ഞാൻ ഒരു ഇച്ചിരി പ്രയാസം പോലെ എല്ലാവർക്കും തോന്നുവേലേ. അതുകൊണ്ട് ഞാൻ ഒരു നുള്ള്, അതായത് ഒരു നുള്ളല്ല, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുവേ. നമ്മൾ ഈ പൊടിയെല്ലാം ചേർക്കുന്ന സമയം ഇപ്പറേയും കൂടെ ആലോചിച്ചോണം. അഥവാ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് എങ്ങാനും രണ്ടും വലിയ ഫ്ലെയിമേലാന്നേലും ഒരുപോലെ അങ്ങ് ചേർത്തു. ഈ പൊടിയെല്ലാം ഒരു ഇച്ചിരി ഒന്ന് മൂക്കണം. അന്നേരം സിമ്മേൽ ഇട്ടേച്ചാൽ മതി. ഇതേപോലെ ഒരു വ്യത്യാസമില്ല. ഇതേപോലെ ഞാൻ ഇപ്പുറവും ചേർക്കാൻ പോവുക. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക്. ഇനി ഒരു ഇത് ഇച്ചിരി മൂക്കട്ടെ. നമുക്ക് ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. ഞാൻ മുളക് പൊടി പേരിന് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ ഓപ്ഷനിലാണ്. അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഒരു ഡിഷിന് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, ഒരു ഡിഷിന് ഞാൻ മുളക് പൊടി ചേർക്കും. അപ്പോൾ എന്നാന്നറിയാം, നമുക്കൊരു കളർ ഡിഫറൻസും വരും, ഒരു ടേസ്റ്റ് ഡിഫറൻസും നമുക്ക് വരും. പിന്നെ മല്ലിയിലൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ ഇടാം. ഇപ്പം എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ നോക്കിയാൽ മാത്രമേ എനിക്ക് മല്ലിയില ഉണ്ടോ ഇല്ലെന്ന് ഗ്യാരണ്ടി തരാനൊക്കത്തുള്ളൂ. ഇപ്പം എൻ്റെ കറിവേപ്പില ഒരു ഇഷ്ടം പോലെ ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ കറിവേപ്പില ധാരാളം ഇടും. അതല്ലേലും ഇടണം, ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോൾ അഥവാ പുതിന അങ്ങനെയൊന്നും ഇടരുത്, അതിൻ്റെ ഫ്ലേവറേ മാറിപ്പോവും. മല്ലിയില എന്തോരം ഉണ്ടോ അതിടാം, നോ പ്രോബ്ലം. അപ്പോൾ ഇത് മൂക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് അടുപ്പയിലോട്ട്, അതായത് മുളക് പൊടി ചേർത്ത അടുപ്പയിലോട്ട് കീമ ഇടുവാണേ.
കീമ ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ തീ അങ്ങോട്ട് കൂട്ടിക്കും. നമ്മൾ ഈ ചേർത്തേക്കുന്ന മസാല കംപ്ലീറ്റും ഉണ്ടല്ലോ ഇതിനകത്തോട്ട് നല്ലതായിട്ട് അങ്ങ് പെരളണേ. എന്തായാലും നമ്മൾ ആദ്യം ചേർത്തേക്കുന്ന ഉപ്പൊന്നും തീരെ പോരിയേല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഉള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടി മാത്രമല്ല ചേർത്തേ. അന്നേരം നമ്മുടെ ഇറച്ചിയിലൊന്നും പിടിക്കാനും മാത്രം കാണുകയില്ല. അതുകൊണ്ട് ഈ അരപ്പ് അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തേച്ചതിൻ്റെ, അതായത് ആ ഇറച്ചിയിൽ നല്ലതായിട്ടൊന്ന് പെരണ്ട് കഴിഞ്ഞാൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടു. ഒത്തിരി അങ്ങ് ഇട്ടേക്കല്ല, ഒരു നുള്ളി ഇട്ടേച്ച് പിന്നെ ഇറച്ചിയൊക്കെ ഒന്ന് വെന്തേച്ച് നമുക്ക് നോക്കാവേ. നോക്കിയേച്ചിട്ടാൽ മതി. ഇനി ഇതിവിടെ കുറച്ച് നേരെ ഇരുന്ന് നല്ലതായിട്ടൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ സെക്കൻഡ് അരപ്പ് മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മുടെ ഇറച്ചി ഇതേപോലെ തന്നെ നമ്മുടെ അരപ്പായ ഇറച്ചിയിലോട്ട് നല്ലതായിട്ടൊന്ന് പൊതിഞ്ഞിരിക്കണേ. ഇതിപ്പോൾ ബോൺലെസ് അല്ല, നമ്മൾ സാധാ ഇറച്ചിയാണ് മേടിച്ചേക്കുന്നത്. അന്നേരം ഉണ്ടല്ലോ ഇത് വെന്ത് കഴിഞ്ഞാലുള്ള നമുക്ക് ഉണ്ടാവുന്ന ഒരു പണി എന്നാന്ന് വെച്ചാൽ അതാ എല്ലേന്നൊന്ന് പിച്ച് പറിച്ചെടുക്കേണ്ടി വരും. അതാണ് ഒരു ഇച്ചിരി പ്രയാസമുള്ള പണി. അതുകൊണ്ടാണ് നമ്മൾ മിക്കപ്പോഴും കീമ മേടിക്കുന്നത്. അന്നേരം എളുപ്പമുണ്ട്, ഈ കൂട്ടത്തിലിട്ട് അങ്ങ് വേവിച്ചെടുത്തേച്ചാൽ മതി. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടല്ലോ നമ്മുടെ ഇറച്ചിയിൽ നിന്ന് തന്നെ അങ്ങ് വെള്ളം ഊറാൻ തുടങ്ങും. ഞാൻ തണ്ട ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇതിനകത്ത് ഇത് അടച്ച് കിടക്കട്ടെ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് പെരട്ടി വെച്ച് ഇതിനകത്ത് എനിക്ക് ആ മണം അടിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി നല്ല മുളകിൻ്റെ കുറവ്, അതായത് ഇച്ചിരി കുരുമുളകിൻ്റെ കുറവ് എനിക്കൊരു ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നേരെ ഇച്ചിരി അങ്ങോട്ട് ഇടുവാന്നേ. അയ്യോ എരു കൂടി പോവേ എന്ന് പറയല്ലേ, അത് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. അല്ലേലും ഇറച്ചിക്കകത്തുണ്ടല്ലോ കുരുമുളകിൻ്റെ സ്വാദാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇത് ചെറിയ സിമ്മയിൽ ഇരിക്കട്ടെ. അന്നേരം കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വന്നേലും വെള്ളം ഊറുവേ. രണ്ടും ചെറിയ സിമ്മേ വെച്ചേക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇറച്ചി അട ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ചെമ്മീൻ അട നമ്മൾ ചെയ്തായിരുന്നു. പക്ഷെ അത് നമ്മൾ അപ്പച്ചെമ്പയിൽ ആവി കയറ്റി എടുക്കുകയല്ലേ ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ അല്ല ചെയ്യുന്നത്. ചെമ്മീൻ കോഴിയട ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് കുഴക്കണ്ടായോ? അതിനെന്നാ വേണ്ടിയെന്നുള്ളത് നോക്കിക്കോ. അതിന് ഒരു പാത്രം എടുത്തേച്ച് മൈദ 1 കപ്പ്, അല്ലെങ്കിൽ നമുക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ കണക്കാക്കി എടുത്തു. ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു മണം ഉണ്ടാവും, ഒരു സ്വാദ് ഉണ്ടാവും, മാവിന് നല്ല മയവും കിട്ടും. അന്നേച്ച് ഒരു ഇച്ചിരി ഉപ്പ്, ആ മാവിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്. ഇനി ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുട്ടിന് നനയ്ക്കുവേലേ എന്ന് പറഞ്ഞ കൂട്ട് ഈ നെയ്യ് ആന്നേൽ നമ്മുടെ മൈദയിലോട്ട് ഇങ്ങനെ ഒന്ന് പെരട്ടണം. മൈദ ഫുള്ളൊന്ന് തിരുമ്മി ആ നെയ്യ് ഒന്ന് ഫുള്ളാക്കണേ. അന്നേച്ച് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് നല്ലൊരു മാവായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ കുഴയ്ക്കുന്നതിൻ്റെ ഇതുപോലെ ഇരിക്കും നമ്മുടെ ആ മാവിൻ്റെ ഒരു മയം കിട്ടേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് ഭയങ്കര കട്ടി മാവായി പോകും. ഇച്ചിരി ഒരു സോഫ്റ്റ്നെസ് വേണ്ടായോ? പിന്നെ അന്നേരം വറുത്തെടുക്കുമ്പോൾ ഇച്ചിരി പുളി വന്നാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ അഥവാ ഇച്ചിരി കുഴയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വെള്ളം ഒരു ഇച്ചിരി മൈദയ്ക്ക് കൂടിപ്പോയാൽ ഒട്ടും പേടിക്കണ്ട. കാര്യം എന്നാണെന്നറിയോ, മൈദ ഇരിക്കും തോറും വെള്ളം അങ്ങ് പിടിക്കും. പക്ഷെ നമ്മളിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന എന്നാന്നോ അത് ശരിക്കും ഭയങ്കര വെള്ളമായി പോയിന്ന്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കങ്ങനെ തോന്നിയിട്ടാണ്. അല്ല കേട്ടോ, ഞാനത് പറഞ്ഞു തരുന്ന. ബേസിക്കലി ചില സമയം നമുക്ക് തോന്നും. മാക്സിമം എത്ര കുഴയ്ക്കാൻ നമുക്ക് പറ്റുമോ അത് അത്രയും നിറച്ച്, അതായത് ഫുൾ ബലം എടുത്തേച്ച് നല്ലതായിട്ടൊന്ന്
കുഴയ്ക്കുക. പിന്നെ നമ്മളെ കൊണ്ട് സ്ത്രീകൾക്ക് അധികം കുഴയ്ക്കാനുള്ള ഒരു ശക്തി പോരാന്നുണ്ടെങ്കിൽ വീട്ടിൽ ജിമ്മിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോനെ ഒന്ന് കുഴച്ച് തരാൻ പറഞ്ഞാൽ മതി. അവർക്ക് ജിമ്മിൽ പോകാതെയും പറ്റും, നമ്മുടെ മാവിന് നല്ല മയം കിട്ടുകയും ചെയ്യും. ഇപ്പം തരക്കേടില്ലാത്ത രീതിയിൽ എൻ്റെ ഈ കുഴച്ച മാവിന് നല്ലതായിട്ടൊരു മയം കിട്ടിയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ? നെക്സ്റ്റ് നമുക്കിത് പരത്തിയേച്ച് ഈ ഫില്ലിംഗ് ഒക്കെ അകത്ത് വെച്ച് നമ്മൾ വറുത്തെടുക്കണം. നല്ല ചൂടോടെ ആ ചിക്കൻ അട തിന്നാൻ ഭയങ്കര ടേസ്റ്റാട്ടോ, ഉള്ള കാര്യം പറയാലോ. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം, ചിക്കൻ വേവാൻ ഒരു ഇച്ചിരി നേരം കൊടുക്കാം. ഇപ്പം എന്നാന്നറിയാവോ, നമ്മൾ ഇപ്പം ഈ കിളിക്കൂട് എന്ന് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ കിളി എങ്ങനെയാണ് കൂട് വെക്കുന്നത്, ചില്ലയെല്ലാം കൂടെ കുഞ്ഞു കുഞ്ഞാക്കി വെച്ച് വന്നേച്ചതേണ്ട ഇതേപോലെയൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അത് കിളി കൂടുണ്ടാക്കുന്നത് എന്ന് പറയുന്ന പോലെ ആ ചില്ലയിൽ കവർ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ആ കോൺസെപ്റ്റ് ഉള്ളൂ. അതെന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞുതരാം. ഈ നമ്മൾ ആ ബേസ് എടുത്തേച്ച് അതിന് നല്ലതായിട്ടൊരു ഒത്തിരി ഔട്ടർ ഫില്ലിങ് കൊടുക്കരുത്. നമ്മൾ ആ മുട്ടയും കൂടെ കഴിക്കാനുള്ള ആ ഒരു ഇത് വേണം, അല്ലെങ്കിൽ മാത്രം ഇറച്ചി മാത്രമായിട്ട് കിട്ടും. ഒരു ബൈറ്റിൽ തന്നെ നമുക്ക് ആ മുട്ടയുടെ ഹാഫും കൂടെ നമുക്ക് കടിക്കാൻ പറ്റണം, അത്രയും മാത്രമേ ഔട്ടർ കവറിങ് വരാൻ പാടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി വലിയ കഷ്ണം വരുവാന്നേൽ അതങ്ങ് കളഞ്ഞേക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ അവിടം വെച്ച് തന്നെ അത് പൊട്ടിപ്പോവും. പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം കൂടെ ചെയ്തേച്ചാൽ മതി. നമ്മുടെ ഈ ബാക്കി വരുന്ന വെർമസലി ഉണ്ടല്ലോ, ചീനച്ചട്ടിയെ ഇട്ടേച്ച് ഒന്ന് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കുക. എണ്ണയോ ഒന്നും ഒഴിക്കണ്ട, ചുമ്മാ ഒന്ന് മൂപ്പിച്ചെടുത്തേച്ച് ഈ ബാക്കി വന്ന വേർമസലി പ്ലേറ്റിലോട്ട്, ആ ബ്രൗൺ ആയ വേർമസലി പ്ലേറ്റിലോട്ട് വെച്ചേച്ച് അതിൻ്റെ മേളിൽ വേണം ഇത് നമ്മൾ സെർവ് ചെയ്യാനേ. അതല്ല കോൺട്രാസ്റ്റ്, അതായത് കളർ കോൺട്രാസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചേച്ച് ഇത് വറുത്തെടുക്കുമ്പോൾ എന്തായാലും ബ്രൗൺ ആവുമല്ലോ, അപ്പോൾ അങ്ങനെ ബ്രൗൺ കളർ മേളിൽ വെച്ചേച്ചാലും മതി. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഞാനിവിടെ പുഴുങ്ങി വെച്ച കാടമുട്ട തീർന്നേ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ഒതുക്കി വെച്ച് ഞാൻ ചിക്കൻ അട എങ്ങനെ ഇനി അങ്ങോട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാവേ. ഇനി നെക്സ്റ്റ് നമ്മൾ ചിക്കൻ അടയാണ്. കുഴച്ച് വെച്ചേക്കുന്ന മാവ് ഉണ്ട്, എന്ത് സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. കുറച്ച് നേരം കുഴച്ച് വെക്കുന്ന ഏറ്റവും നല്ലത്. അതിനകത്ത് നിന്ന് നമ്മുടെ പൂരിയോളം വലുപ്പം വേണ്ട, പൂരിയെക്കാട്ടിലും ഒരു ഇച്ചിരും കൂടി ആയാൽ നല്ലതാണ്. എന്നാൽ ചപ്പാത്തിയോളവും വരണ്ട, അത്രയും ഒരു കുഞ്ഞുണ്ട എടുത്തേച്ച് മാവ് മുക്കുക. ഒന്നെങ്കിൽ നമ്മളൊരു ചപ്പാത്തി വലുപ്പത്തിൽ എടുക്കുക, അല്ലെങ്കിൽ കുഞ്ഞു പൂരി എടുക്കുക. ഏതാ വലുപ്പം വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. ഞാൻ എടുത്ത ആ ഉരുളയുടെ വലുപ്പത്തിന് ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഫില്ലിംഗ് വെക്കാൻ പോവാം. അന്നേച്ച് ഇതിനെ ഒരു വശത്തിൽ നിന്ന് ഇങ്ങോട്ട് മടക്കുക. മടക്കി വെച്ച് ചില അമ്മമാരാന്നേൽ, മിക്ക അമ്മമാർക്കും ഈ പറഞ്ഞ കൂട്ട് കൈവിരുതുകൾ ഒരുപാടാണ്. അന്നേരം എന്നാ ചെയ്യും, ചില അമ്മമാരാന്നേൽ ഈ അറ്റത്തീന്നേ ഇങ്ങനെ പിരിച്ചൊക്കെ വെക്കാറുണ്ട്. എനിക്കത് അത്ര നിശ്ചയം പോരാ, പക്ഷെ എന്നാലും ഞാൻ എന്നാൽ കഴിയുന്ന പോലെ ഒന്ന് പിരിക്കാവേ. ഭയങ്കര സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണം. കുറച്ചുകൂടെ നമ്മുടെ ഒരു നടുഭാഗം കുറച്ചുകൂടെ ഒന്ന് കട്ടിയായാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത്രയും വലിപ്പമുള്ള ഒരട വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, കുഞ്ഞുരുള എടുത്തേച്ചാൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഏറ്റവും രാത്രിക്ക് ഒരുപാട് കിടന്ന് പ്രയാസപ്പെടാനുള്ള എന്നാ പറയുന്നത്, ഇനിയും കിടന്ന് ജോലി ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുക. അന്നേൽ കുറച്ച് വലിയ അട ഉണ്ടാക്കിയാൽ പിന്നെ വേറെ ഒന്നും മെനക്കെടാനായിട്ട് അടുക്കളയിൽ കയറണ്ട. നമ്മുടെ ഇതിങ്ങനെ പിന്നുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ എന്നാ പറയുക, ഇപ്പം ഈ വശത്തോട്ട് നമ്മൾ ഈ കിടക്കുന്ന ഭാഗത്തിനെടുത്ത് ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വെച്ച് പോയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ എല്ലാം കുഞ്ഞടയാണെങ്കിൽ കുഞ്ഞട ഉണ്ടാക്കുക. പിന്നെ ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഒത്തിരി അങ്ങോട്ട് പരത്തിയേക്കരുത്. ഒരു ഇച്ചിരി കട്ടി വേണം നമ്മൾ പരത്തുന്നതിന്. എന്നാന്നറിയാവോ, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ചങ്ങ് ഇപ്പം ഈ ഫസ്റ്റ് പരത്തിയേക്കുന്നത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ബൈ ചാൻസ് എങ്ങാനും ആ നടുവേ വെച്ച് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. മറ്റാകുമ്പോൾ അതല്ല, പൂരി പോലെ നല്ല പൊള്ളി നിൽക്കുകയും ചെയ്യും. നമ്മുടെ ആ ഫില്ലിംഗ് ഉണ്ടല്ലോ അതിനകത്ത് നിൽക്കുകയും ചെയ്യും.
ഈ ചെറിയ ചെറിയ ഉരുളയാക്കി എടുത്തെടുത്താൽ കുറെ സമയം എടുക്കും ഞാൻ അട ഉണ്ടാക്കാൻ. ഇത്ര കൊണ്ട് ഇന്ന് റംസാന്റെ നിറവിലാണ് ആനീസ് കിച്ചൻ. പിന്നെ അത് മാത്രമല്ല, ഒരു പുതിയ വിശേഷവും കൂടെ ഉണ്ട്. എന്താണെന്നല്ലേ, PT കുഞ്ഞുമുഹമ്മദ് സർ സംവിധാനം ചെയ്ത വിശ്വാസപൂർവ്വം മൻസൂർ എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ നായകനും നായികയും ഗായികയും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എന്നാന്നറിയാവോ, ഒരു കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, അവരുടെ നിന്നും കൂടെ വിശേഷങ്ങൾ കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു സന്തോഷം. അതായത് ബിഹൈൻഡ് ദ ക്യാമറ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സന്തോഷമല്ലേ അവരുടെ നിന്ന് കേൾക്കുന്നത്. അത് നമ്മൾ സ്ക്രീനിൽ കൂടെ ഒന്നും കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയാനോ അല്ലേ. ഇത് മെയിനായിട്ട് എനിക്ക് അറിയേണ്ടത് എന്നാണെന്നറിയോ, നിങ്ങളുടെ ഓരോ വിശേഷങ്ങൾ. ആദ്യം സിനിമയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ അതിന് തന്നെ ഒരു തീമുണ്ട്. എന്നാന്ന് വെച്ചാൽ പ്രസന്റ് സിറ്റുവേഷൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒരു തീമായിട്ട് എടുത്തിട്ടാണ് സർ അതിനെ ഒരു ഫിലിമാക്കി എടുത്തേക്കുന്നത്. പക്ഷെ അതൊരു സസ്പെൻസ് ആണ്. അതെന്താണ്, ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതൊക്കെ പറയാൻ മൻസൂറും ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ നായികയും ഇവിടെ ഇരിപ്പുണ്ട്, പ്രയാഗ് ഇവിടെ ഉണ്ട്. പക്ഷെ അതിന് ഒരു കാര്യവും കൂടെ ഉണ്ട്. അതെ, ഈ റംസാന്റെ ഒരു നിറവ് വരണം എന്നുണ്ടെങ്കിലേ ആനീസ് കിച്ചണിൽ ഒരു പാട്ട് വേണം അല്ലേ. അതല്ലേ നമ്മുടെ എപ്പോഴും ഉള്ള ഒരു പതിവ്. അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. ഓക്കെ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നമ്മുടെ പഴയ കാലങ്ങളൊക്കെ നമുക്ക് തന്നെ ഓർമ്മ വരും. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇല്ലടോ, പഴയ കാലത്ത് കളിച്ചതും ഒക്കെ ഓർമ്മയില്ലേ. അതേപോലെ എനിക്കൊന്ന് ഈ സിനിമ കാണുമ്പോഴും നമുക്ക് ചില പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. കാര്യം എന്താന്ന് വെച്ചാൽ അതിനകത്ത് സെറീന വഹാബ് ചേച്ചി അതിനകത്ത് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ മേല. ചേച്ചി ചെയ്തേക്കുന്ന ക്യാരക്ടറും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നെ. സെറീന മാം ആദ്യമേ തന്നെ വിശ്വാസപൂർവ്വം മൻസൂറിലെ മൻസൂറാണ് റോഷൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ഞാൻ വന്നിട്ട് മുംതാസ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ അമ്മയായിട്ടാണ് സെറീന മാം അവതരിപ്പിക്കുന്ന സൈറ ബാനു എന്ന് പറഞ്ഞ കഥാപാത്രം വരുന്നത്. ആശ ചേച്ചി മൻസൂറിൻ്റെ അമ്മയായിട്ടാണ് വരുന്നത്. അത് കൂടാതെ രഞ്ജി പണിക്കർ സാറുണ്ട്. ലിയോണ ഒരു ഇന്റഗ്രൽ റോൾ ചെയ്യുന്നുണ്ട്. ഫാത്തിബയുടെ ഇക്കാക്കയുടെ റോൾ, അതായത് എന്റെ മാമനായിട്ട് വരും. കലന്തൻ ഹാജി എന്നാണ് പേര്. ഒരു അത്യാവശ്യം കുറച്ച് രാഷ്ട്രീയവും കുറച്ച് റിയൽ എസ്റ്റേറ്റിലെ പരിപാടികളും ഒക്കെ ഉള്ളൊരു സമ്പന്നനായ ഒരു ഇക്കാക്ക. ഓക്കെ. ചോദിക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ രഞ്ജിയേട്ടൻ ഇപ്പൊ ഓരോ ഫിലിമിലും ഓരോ ക്യാരക്ടേഴ്സാ ചെയ്യുന്നത്. ഇപ്പൊ ഗോദ കണ്ടതിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇപ്പൊ പറഞ്ഞ ക്യാരക്ടർ അല്ലേ. ഓക്കെ. പിന്നെ അതിനകത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നായിക അതിനകത്ത് എന്നാ പറയാ, മുംതാസ് അല്ലെ. മുംതാസ് എങ്ങനെയായിരുന്നു? ഷാജഹാൻ മുംതാസ് അങ്ങനത്തെ ഒരു ലവ് അഫെയർസ് ആയിരുന്നു? മുംതാസിന് കുറേ ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റ്സ് ഉണ്ട്. അത് വളരെ ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രമാണ്. പക്ഷേ മെയിൻ അതിന്റെ ബേസ് ക്യാരക്ടർ എന്താണ്? മുംതാസിന് എത്രത്തോളം ഡെപ്ത് ഉണ്ടോ അത്രത്തോളം ഡെപ്തും ഷെയ്ഡ്സും മറ്റ് കഥാപാത്രങ്ങൾക്കും ഈ കഥയ്ക്കും ആസ് എ ഹോൾ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ എലിമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാമ്പുള്ളൊരു ചിത്രമാണ്, കഥയാണ്. അപ്പം അങ്ങനെ ഒരു ഹെവി ക്യാരക്ടർ തന്നെയാണ് ഇതിലെ മിക്ക കഥാപാത്രങ്ങളും. ഓക്കെ. അപ്പം മൊത്തത്തിൽ പടം ഒരു ഭയങ്കര സീരിയസ് ആണോ? ഇല്ല, അത്ര ഒരു സീരിയസ് പടമല്ല. ഒരു ഫാമിലി മൂവിയാണ് ആക്ച്വലി. അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങള്, അതിനകത്ത് വരുന്ന കോൺഫ്ലിക്ട്സ്, ഇതിനകത്തൊരു വില്ലൻ കഥാപാത്രമില്ല. റോഷൻ, ഒരു കാര്യം ഞാൻ പറയട്ടെ. പ്രയാഗ ഇപ്പൊ പറഞ്ഞത് അതിനകത്ത് ഇങ്ങനെ ഡെപ്ത് ഉണ്ട്, ആ ക്യാരക്ടർ ബേസ് ചെയ്താണ് ബാക്കി എല്ലാരും. നിങ്ങൾ അവിടെ ഇവിടെ തൊട്ട് പറയാതൊക്കെ അങ്ങനെ കാര്യം ഇല്ല, കഥയൊന്നും പറയുന്നില്ല. ഇതൊരു അത്ര ഭയങ്കരമായ ഒരു സീരിയസ് ഡാർക്ക് സ്ലോ സിനിമയൊന്നും അല്ല. ഒരു ഒരു കുടുംബത്തിന്റെ കഥയാണ് ബേസിക്കലി പറയുന്നത്. ഒരു ഉമ്മേന്റെയും മോന്റെയും കഥയാണ്. നമ്മൾ ഏറ്റവും താഴത്തെ ഒരു ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഉമ്മേന്റെയും മകന്റെയും കഥയാണ്. അവരുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന 2 വിരുന്നുകാരുണ്ട്. ഈ 2 വിരുന്നുകാരാണ് സൈറ ബാനും മുംതാസും. ഈ 2 പേരും വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ലൈഫിൽ, ഇവരുടെ ബന്ധങ്ങളിൽ, ഇവരുടെ ചെറിയ ലോകത്തുണ്ടാവുന്ന കുറെ മാറ്റങ്ങൾ, അതാണ് കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ. ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന
സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ല, നമ്മളിപ്പോൾ സമൂഹത്തിൽ കാണുന്ന, നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്ന ചില ഇഷ്യൂസാണ്, സോഷ്യൽ ഇഷ്യൂസാണ് എല്ലാം. അതിപ്പം നാഷണലിസം ആയാലും കമ്മ്യൂണലിസം ആയാലും പേട്രിയോട്ടിസം ആയാലും എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെയാണ് ഈ കഥയിലെ ഒരു എലിമെന്റ്സ്. വില്ലനായിട്ട് വരുന്നത് കഥ തന്നെയാണ് എന്ന് പി.ടി. സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു വില്ലൻ കഥാപാത്രമില്ല, കഥയാണ് ഇതിനകത്തെ വില്ലൻ. ഇതിലേക്ക് എങ്ങനെയാ വന്നേ? ഞാൻ ആനന്ദം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കുറേ ഓഫറുകൾ വന്നിരുന്നു, കുറേ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ നോക്കിയത് ആനന്ദത്തിലെ ഗൗതമെന്ന് ഏറ്റവും അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ വരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നല്ലൊരു ടീമായിരിക്കണം, നല്ലൊരു കഥയായിരിക്കണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മൻസൂർ എന്ന് പറയുന്ന കഥാപാത്രം ഗൗതമിൽ നിന്ന് എത്രയും വ്യത്യസ്തമാകാൻ പറ്റിയ ഒരു ക്യാരക്ടറിന് അത്രയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മൻസൂർ ഈ പറഞ്ഞതുപോലെ ഒരു 27-28 വയസ്സുള്ള അവൻ്റെ ഉമ്മേൻ്റെ കൂടെ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒരു കലാകാരനാണ്, അവൻ്റെ ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ്. കോളേജിലായിരുന്നപ്പോൾ അത്യാവശ്യം പൊളിറ്റിക്സ് ഒക്കെ കളിച്ച് നടന്നിരുന്ന ഒരു സഖാവായിരുന്നു അവൻ. ഉപ്പയില്ലാത്ത ഒരു മോനാണ്, അതിൻ്റേതായ ഒരു മെച്യൂരിറ്റി ഉണ്ട്. അവനും അവൻ്റെ അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഫ്രണ്ട്ലിയാണ്. പലപ്പോഴും അവൻ്റെ അമ്മയെക്കാട്ടിലും കൂടുതൽ മെച്യൂറായിട്ടും അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടും ഡിസിഷൻസ് എടുക്കുന്നത് മൻസൂറാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ തിരിച്ചും മറിച്ച് നോക്കിയാലും എന്നെക്കാട്ടിലും കൂടുതൽ ഡെപ്ത് ഓഫ് തോട്ടും എന്നെക്കാട്ടിലും കുറച്ചുകൂടെ സീരിയസും എന്നെക്കാട്ടിലും കുറച്ചുകൂടെ മെച്യൂറും ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടി വന്നത് അത് തന്നെയാണ്, മൻസൂറിൻ്റെ ആ ഒരു ലെവൽ ഓഫ് സീരിയസ്നെസ്സിലേക്ക് എത്തുക. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ, ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾ, മൻസൂർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഏതൊരു സിറ്റുവേഷനിൽ ആരോട് സംസാരിക്കാനും അവന് കറക്റ്റ് അറിയാം എന്ത് പറയണം. സംസാരിക്കുന്ന ആൾ ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മുതിർന്ന ഒരാളാണെങ്കിൽ പോലും അവന് ഭയമില്ല, അവൻ്റെ വ്യൂ പോയിന്റ് അവൻ പറയും. അപ്പോൾ അതൊക്കെയാണ് ക്യാരക്ടറിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ക്ലൂസ്. പിന്നെ ഉമ്മേൻ്റെ കൂടെ തന്നെ വീട്ടിൽ കുറച്ച് കൊല്ലങ്ങളായിട്ട് നിന്ന് സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരമാവില്ല, ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് തടി വെക്കേണ്ടി വന്നു. അതിനുവേണ്ടി ഇരട്ടി ഭക്ഷണം കഴിച്ചു. അയ്യോ, മൻസൂറിന് 1 മാസം മുമ്പും ഷൂട്ടിന്റെ സമയത്തും കഴിക്കുന്ന എല്ലാ മീലും വയറ് നിറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരു പ്ലേറ്റ് കൂടുതൽ എടുത്ത് കഴിക്കും. കുത്തി കയറ്റായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് തടി വെക്കാൻ. അപ്പൊ അത് പിന്നെ വലിയൊരു ഫാക്ടറായിരുന്നു തലശ്ശേരിയിലെ ഭാഷ. ചോദിക്കാൻ വരുവായിരുന്നേ, നമ്മള് കോട്ടയംകാർക്ക് അത് ഭയങ്കര നല്ല വ്യത്യാസമാണ്, ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നേരം അതിന്റെ ഒരു ശൈലിയൊക്കെ ഒത്തിരി ഭയങ്കര രസമാണ്. നമ്മളൊന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്. മാമിയെ എടുത്തു, മരുന്ന് വല്ലതും കൊടുത്തീനാ? എന്തെന്ന്? മാമിയെ എടുത്തു എവിടെയാന്ന് എന്നോടുള്ള ഡയലോഗായിരുന്നു പഠിച്ച. എന്റെ ക്യാരക്ടറിന് തലശ്ശേരി സ്ലാങ് അല്ല, വേറൊരു സ്ലാങ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ മുംതാസും അമ്മയും മുംബൈയിലാണ് അവര് താമസം. അത് തന്നെ. അപ്പം അവര് അവിടെ നിന്നും കുറെ ലൈഫിലെ കുറേ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് വരികയാണ്. അപ്പം അമ്മയ്ക്ക് പരിചിതമായ സ്ഥലമാണ്, പക്ഷെ മകൾക്ക് അത്ര വലിയ പരിചിതമല്ല. കാരണം അവൾ ജനിച്ചതും വളർന്നതും കൂടുതലും അവളുടെ ലൈഫ് അതുവരെ സ്പെൻഡ് ചെയ്തത് മുംബൈയിലാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിരുന്നു എന്നല്ലാതെ ഇവിടെ സ്ഥിരതാമസം ഒരിക്കലും അവൾ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി ഇവിടെ വരുമ്പോൾ സംസാരിക്കുന്ന ഇടപഴകുന്നതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം എൻ്റെ ക്യാരക്ടറിൻ്റെ ഇതിൽ ഞാനായിട്ട് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ പി.ടി. കുഞ്ഞുമുഹമ്മദ് സാർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലിയർ ഐഡിയ തന്നിരുന്നു. അതിൽ ഉപരി ഞങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ളൊരു ഫ്രീഡവും സ്പേസും തന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. ശരിയാട്ടോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു വലിയൊരു മഹാഭാഗ്യമാണ്. ഞങ്ങൾ 3 പേരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ഒരു പാട്ടാവുക എന്ന് പറയുന്നത്. ഇനി ആ 3ാമത്തെ ആളാ ഭാഗ്യം എന്ന് പറഞ്ഞേ, ഇയാളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു. എനിക്ക് ഇവരെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചല്ലേ. വെരി ഹാപ്പി. ഇതാണോ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഡയസ് മീറ്റ് ചെയ്യാന്? അല്ല, അങ്ങനെയല്ല. ഇവർ അഭിനയിക്കുന്ന ഒരു മൂവിയില് പാടാൻ പറ്റാന്ന് പറയുന്നത് റിയലി ഗ്രേറ്റ്. ചേച്ചി ഭയങ്കര ഇഷ്ടാട്ടോ. എനിക്ക് ആനന്ദം മൂവിയില് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ചേട്ടാന്ന് വിളിക്കരുത് എന്നെ ഞാനും പറഞ്ഞോളൂ, എന്നെ ചേച്ചിന്ന് വിളിക്കല്ലേ. ഷീസ് ജസ്റ്റ് കംപ്ലീറ്റഡ് ഹർ 12th സ്റ്റാൻഡേർഡ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തോ ഒരുമാതിരി ലൈക്ക്
ഹാവ് ടു ഇങ്ങനെ വിളിക്കണല്ലോ അവനെ. എനിക്ക് അങ്ങനെയല്ല ശീലിച്ചിട്ടില്ല, അതുകൊണ്ട് അതുകൊണ്ട് ചേട്ടാന്ന് വിളിക്കോ വിളിക്കില്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. ചേട്ടാന്ന് വിളിക്കും. വിളിക്കും. റോഷൻ ഓക്കെ ആന്ന് വിളിപ്പിക്കില്ലെന്ന് റോഷൻ വാശി. അറ്റ്ലീസ്റ്റ് അല്ലേ നമുക്ക് പ്രായ ബഹുമാനം ഒക്കെ കൊടുക്കണ്ടേ അല്ലേ? അതാ പിന്നെ അതാണ് ഇപ്പൊ ഓക്കെ, കോംപ്രമൈസ് ആയേ. ഓക്കെ, ഇപ്പോൾ അതിനകത്തൊരു പാട്ട് പാടിയില്ല ഇവരുടെ ആ പാട്ട്? ഒരു ലവ് സോങ് ആയിരുന്നു. ഇവർ അടിപൊളിയായിട്ട് അതിൽ ആക്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊരു 4 ലൈൻസ് പാടാം. പിന്നെ അറിയായികയാലല്ല സ്നേഹമേ നിന്നില കുളിരിൽ നിന്നും ഞാൻ മാറി നിന്നു, തെളിവാർന്ന പൊൻതാര കിരണങ്ങളേതുമേ പതിയാതെ പിൻവാങ്ങി നിന്നു, അറിയായികയല്ല തെല്ലും അറിയായികയല്ല തെല്ലും നിൻ മനമറിയായികയല്ല തെല്ലും, അറിയായികയാലല്ല സ്നേഹമേ നിന്നില കുളിരിൽ നിന്നും ഞാൻ മാറി നിന്നു. ആരാ മ്യൂസിക് കമ്പോസ് ചെയ്ത മോളെ? എൻ്റെ അച്ഛൻ പണ്ഡിറ്റ് രമേശ് നാരായണാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ലിറിക്സ് റഫീഖ് അഹമ്മദ് അങ്കിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേംദാസ്, പ്രഭാവർമ്മ, ഇവര് 3 പേരാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവരെന്തായാലും കറക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് എല്ലാം ചെയ്തേ. പക്ഷെ ഇതിനകത്തൊരു സത്യം എനിക്ക് ഇപ്പൊ റോഷന്റെ അടുത്ത് നിന്ന് അറിയണമെന്നുണ്ട്. എനിക്ക് സ്പോണ്ടേനിയസ് ഉത്തരമായിരിക്കണം എനിക്ക് തരേണ്ടത് കേട്ടോ. ഇയാളെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വിട്ടിട്ട് ഇയാളുടെ ആ കഥയൊന്നും എനിക്കൊന്ന് കേൾക്കണം. എന്താന്നറിയാം, നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട്. എന്നെ കുഴപ്പം നമ്മുടെ നാടിന്റെ ഒരു കുഴപ്പം. നമ്മുടെ നാട്ടിൽ അധികം പറയല്ലേ. പ്രത്യേകിച്ച് ഞാനൊക്കെ 12 പഠിക്കുന്ന ടൈമില് ഒന്നെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ. അത്യാവശ്യം ബുദ്ധിയുള്ളൊരു പയ്യനായിരുന്നു ഞാൻ. കുറച്ച് നല്ല മാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു കൂടുതലും. അപ്പോൾ ഒന്നെങ്കിൽ എഞ്ചിനീയർ അല്ലെ ഡോക്ടർ ആവണം എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത് രണ്ടും ഉള്ളപ്പോൾ എന്തിനു വേറെണ്ണം? അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോകത്തില്ല. എൻട്രൻസ് പരീക്ഷകളെല്ലാം ഞാൻ എഴുതാം. എന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാം, അല്ല ഞാൻ ജോയിൻ ചെയ്യത്തില്ല, വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകും. അപ്പോൾ ഇവർക്ക് ഓക്കെ പറഞ്ഞേ പറ്റും. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി എൻട്രൻസ് എക്സാംസ് എല്ലാം എഴുതി. കേരള എൻട്രൻസ്, നാഷണൽ എൻട്രൻസ് ഒക്കെ എഴുതി. വേറെ പല യൂണിവേഴ്സിറ്റീസിൻ്റെ എഴുതി. എല്ലാത്തിനും മറ്റേ വലിയ മൊബൈൽ നമ്പർ പോലത്തെ റാങ്കൊക്കെയാണ് കൊണ്ടുവന്നത്. ഒരിടത്തും ചേരേണ്ട ആവശ്യം വന്നില്ല. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എനിക്ക് സന്തോഷമായി. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിന് മാത്രം 1950 റാങ്ക് വീണു. എനിക്ക് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കിതുവരെ അറിയില്ല. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻട്രൻസ് പേപ്പർ ആയിരുന്നു അത്. ഈ പെട്ടെന്നുള്ള കാൽക്കുലേഷൻസ് ഒന്നും ആയിരുന്നു. കുറെ കൂടെ ഫിസിക്സും കുറെ കൂടെ തിയറിയും ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ കഷ്ടകാലത്തിന് എനിക്ക് അവിടെ മെറിറ്റിൽ സീറ്റ് കിട്ടി. എന്റെ കഷ്ടകാലത്തിന് എന്ത് ചെയ്യാനാ? അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ആ സമയത്ത് എൻ്റെ കസിൻസ് ഒക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയം എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ എൻ്റെ വീട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ഒരു 10-100 പേരുന്ന് ഞാൻ ജനറലി ഒരു ഒപ്പീനിയൻ എടുത്തപ്പോഴെ മെക്കാനിക്കൽ ചേർന്നാൽ മതി, അടിപൊളി ബ്രാഞ്ചാണ്. എനിക്കിത് എന്താണെന്ന് പോലും അറിയില്ല. യാതൊരു താല്പര്യമില്ല. അവിടെ ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു മെക്കാനിക്കൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 1921 റാങ്ക് എത്തിയപ്പോൾ മെക്കാനിക്കലിന്റെ സീറ്റുകളെല്ലാം തീർന്നു, നിനക്ക് വേണം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തരാം. ഒരേപോലെ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ക്ലാസ്സിൽ പെണ്ണുങ്ങളുണ്ടാകും. പറഞ്ഞു ഓക്കെ ശരി. അതുകൊണ്ടല്ല, അതുകൊണ്ട് മാത്രല്ല ഞാൻ യെസ് പറഞ്ഞത്. ഞാൻ ശരി മറ്റേത് കിട്ടുന്നില്ല, അപ്പൊ ഇതെടുത്തേക്കാം. അപ്പൊ ഇതിന് ജോയിൻ ചെയ്തിട്ട് അങ്ങോട്ട് ഒരു കൊല്ലം ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അപ്പോൾ യാതൊരു രീതിയിൽ ഞാൻ ആ യൂണിവേഴ്സിറ്റിനോ സ്കൂൾ ഓഫ് എഞ്ചിനീയറിങ്ങിനോ കുറ്റം പറയല്ലോ. പക്ഷെ ഞാൻ അവിടെ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലാത്തതുപോലൊരു തോന്നല്, ക്ലാസ്സിൽ പോകുന്നതും പഠിക്കുന്നതും അല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ലാത്തതുപോലൊരു തോന്നലുണ്ടായി. ഒന്നുമില്ല. സ്കൂളിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കിനും എക്സ്ട്രാ കരിക്കുലേഴ്സിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഈ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയെക്കാട്ടിലും ഒക്കെ കൂടുതൽ എനിക്ക് ചെയ്യാൻ അറിയാവുന്നതും ഞാൻ എൻജോയ് ചെയ്തിരുന്നതും സ്റ്റേജിൽ കയറിയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ കുറവാണ്, വല്ലപ്പോഴൊക്കെ നടക്കുന്നുള്ളൂ. പിന്നെ ഫ്രഷേഴ്സ് ആണെങ്കിൽ ഫ്രഷേഴ്സ് ഡേ ഒഴിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ എനിക്ക് ആ സെറ്റപ്പ് അങ്ങോട്ട് ദഹിച്ചില്ല. പിന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സാധനത്തോട് യാതൊരു താല്പര്യവും തോന്നുന്നില്ല.
എങ്ങനെയൊക്കെ, കാരണം ഫസ്റ്റ് ഇയറിൽ എല്ലാത്തിൻ്റെയും ബേസിക്സ് ഉണ്ടല്ലോ, എങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതിൽ നിന്ന് പറഞ്ഞ ലൈഫ് മുഴുവൻ പഠിക്കണം ചെയ്യണം എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷമില്ല. ദുഃഖത്തിലായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ സീനിയേഴ്സ് രണ്ടുപേരും പറഞ്ഞാടാ, ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ S1 S2 മെയിൻ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതിന് മുമ്പ് നീ ക്വിറ്റ് ചെയ്താൽ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ മൊത്തം ഫീസും കെട്ടിയാലേ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഈ 12 സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു തിരിച്ചു തരണ്ടേ. അപ്പോൾ S1 S2 പരീക്ഷയ്ക്ക് ഒരു 10 ദിവസം മുമ്പ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ഞാൻ പ്യുവർ സയൻസ് പഠിച്ചോളാം, ഞാൻ BSc ഫിസിക്സ് പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് MSc ഒക്കെ ചെയ്ത് PhD ഒക്കെ ചെയ്ത് ഞാൻ റിസർച്ചിന് DRDOയിൽ കയറിയിട്ട് ഇന്ത്യക്ക് വേണ്ടി ബോംബുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ, എന്തുകൊണ്ടും മനോഹരം, നിനക്ക് എവിടെ ഫിസിക്സ് പഠിക്കണം, നീ അപ്ലൈ ചെയ്തോളാം പറഞ്ഞു. പിന്നെ അത്ര ഫുൾ സപ്പോർട്ടൊന്നും ആയിരുന്നില്ല. അതെ, എഞ്ചിനീയറിംഗ് ഇട്ടിട്ട് പോകുന്നതിൻ്റെ ഒരു ചെറിയ കോളിലൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. പക്ഷെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചെടുത്തു. അവർ നിർബന്ധിച്ച് തിരിച്ചു വിട്ടില്ല. അത് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല ഡെസിഷനായിരുന്നു, ആ കോളേജിൽ നിന്ന് മാറുക എന്നുള്ളത്, ചെന്നൈയിലേക്ക് പോവുക എന്നുള്ളത് ആക്ച്വലി. അപ്പോൾ അത് എങ്ങനെയൊക്കെയോ വിഷമിച്ചാണല്ലോ അവർ സപ്പോർട്ട് ചെയ്തു. അവിടെ വെച്ചല്ലേ നാടകക്കാരനായി മാറിയേ? യെസ്, ചെന്നൈ ചെന്നിട്ടാണ് നാടകക്കാരനായത്. അപ്പം MCC എന്ന് പറഞ്ഞ കോളേജിൽ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എൻ്റെ അച്ചാച്ചനാണ്, എൻ്റെ അമ്മയുടെ അച്ഛൻ. എല്ലാ രീതിയിലും ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. അപ്പം അച്ചായൻ പഠിച്ച കോളേജാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്. അതിനെപ്പറ്റിയും കേട്ടു ഒരുപാട് കഥകൾ. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കിനും വേറെ കുറേ കഥകളും കൂടെ കേട്ടു, ഫോട്ടോസ് കണ്ടു, ഒരുപാട് ഇഷ്ടമായി. MCCയിൽ പോയി ചേരാമെന്ന് വിചാരിച്ചു, BSc ഫിസിക്സ് പഠിക്കാൻ. അപ്പോൾ MCC ഭയങ്കര കൾച്ചറലി വൈബ്രൻറ്റ് ക്യാമ്പസാണ്. MCCയിലെ നാടകങ്ങളൊക്കെ ഗൺ ഫൈറ്റ് അറ്റ് ഗുഡ്വാഞ്ചേരി 1971 നടന്ന നാടകങ്ങളെ പറ്റിയൊക്കെ ഇപ്പോഴും ചെന്നൈയിൽ ആൾക്കാർ സംസാരിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നു, നാടകങ്ങളൊക്കെ ഉണ്ടാവും, കൾച്ചറലി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നുമില്ല. ചെന്ന് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കിട്ടിയത് ഞാൻ MCC ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പറയും, നീ ഒരു 4-5 കൊല്ലം മുമ്പ് പറഞ്ഞായിരുന്നു, അതായിരുന്നു MCC. ഇപ്പോഴത്തെ MCC ഒന്നുമില്ല, ഇപ്പോൾ ഭയങ്കര ഡെഡാണ്, ഒന്നും നടക്കുന്നില്ല എന്ന്. രണ്ടാമത് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു രക്ഷയില്ല. ചെറുതായിട്ടൊരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിലൊന്ന് വിളിച്ച് സൂചിപ്പിച്ചു, അമ്മ MCC എനിക്ക് അങ്ങോട്ട് മിണ്ടരുത്, പഠിച്ചോളാം. ഓക്കെ ശരി. അങ്ങനെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ അവസാനമൊക്കെ എത്തിയപ്പോൾ ഒരു നാടക കമ്പനി, ഒരു പ്രൊഫഷണൽ നാടക കമ്പനി MCCയിൽ ഓഡിഷൻസിന് വന്നു. അവർ ഒരു വലിയൊരു നാടകം ചെയ്യണം. അപ്പോൾ അതിനകത്ത് കുറേ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ഹോട്ടലിലോ റിസോർട്ടിലോ സെറ്റ് ചെയ്തേക്കുന്ന കഥയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാനും വെയിറ്റേഴ്സ് ആവാനും ഡാൻസേഴ്സ് ആവാനും ഒക്കെ ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പം ഡയറക്ടർ MCCനായതുകൊണ്ട് MCCയിൽ വന്നു ഓഡിഷൻസിന് വേണ്ടി. ഞാൻ പോയി ഓഡിഷൻസിന്. ഞാൻ ഓഡിഷൻ ചെയ്തു, കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആക്ച്വലി നന്നായിട്ട് ചെയ്തു, ഞങ്ങൾക്ക് 8 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് പേരും അഡ്രസ്സും ഒക്കെ ഉള്ള ശരിക്കുള്ള കഥാപാത്രങ്ങൾ. അതിൽ നിന്ന് 8ാമത്തെ ആൾക്ക് വേണ്ടി നിന്നെ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, നിനക്കൊരു 3 റൗണ്ട് ഓഡിഷൻസും കൊണ്ടുണ്ടാവും, നീ വരാമെന്ന് ചോദിച്ചു. ചെന്നു, അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടി. അപ്പോഴാണ് ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങുന്നത്. ഒരു 4 മാസം റിഹേഴ്സലുണ്ട്. ചെന്നൈ സിറ്റിയിലാണ്. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ഒരു 1 മണിക്കൂർ ദൂരെയാണ് ബൈ ട്രെയിൻ ഈ ക്യാമ്പസ്. അപ്പോൾ വൈകുന്നേരം 7 മണിക്ക് റിഹേഴ്സൽ തുടങ്ങി 9:30 തീർന്ന് ഞാൻ തിരിച്ചെത്തുമ്പോൾ എങ്ങനെയായാലും ഒരു 11 മണിയാവും. 10:30 ഗേറ്റ് അടയ്ക്കുന്ന സമയം. 10:30 കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ കയറണമെങ്കിൽ ലേറ്റ് പാസ് എന്ന് പറഞ്ഞൊരു പിങ്ക് കടലാസ് അടിച്ചു തരും. ഇതൊരു സെമസ്റ്ററിൽ 3 എണ്ണം എടുക്കാൻ പാടുള്ളൂ. ഞാൻ 2ാമത്തെ സെമസ്റ്ററിൽ ഇതൊരു 47 എണ്ണം എടുത്തു. 47 എണ്ണം റിഹേഴ്സലിന് പോയത് കൊണ്ട് മാത്രം. 3 എണ്ണം എടുക്കാൻ പാടുള്ളൂ, ഞാൻ മിനിമം 47 എണ്ണം എടുത്തു. എനിക്ക് കാരണം ഉണ്ടായിരുന്നു, വെറുതെ പുറത്തു പോകല്ലോ. ഭയങ്കര താല്പര്യമായി റിഹേഴ്സലിന് പോകുക. എല്ലാ ദിവസവും ചെല്ലുമ്പോഴത്തേക്കിനും എനിക്ക് ഇന്നലത്തെക്കാളും നന്നായിട്ട് ആ സീൻ ഇന്ന് ചെയ്യണം. പിന്നെ ഈ ആൾക്കാർ, അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ, ഞാൻ ലൈഫിൽ അങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാ പ്രായത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഒരു ഡേ ജോബ് വർക്ക് ചെയ്തിട്ട് വരുന്നവരാണ്, പലരും ആക്ടേഴ്സ് ആവാൻ ആഗ്രഹിച്ചവരാണ്. പക്ഷെ അവർക്കെല്ലാം ഇപ്പോൾ വേറൊരു ജോലിയുണ്ട്. അപ്പോൾ ഈ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ഡെസ്കിൻ്റെ പുറകിൽ ഇരിക്കുന്ന ആ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് മൊത്തം ഇവർ കൊണ്ട് നടക്കുന്ന ഈ റിഹേഴ്സലില്ല. ഇവിടെ അങ്ങ് മനസ്സ് തുറന്ന് അങ്ങ് വർക്ക് ചെയ്യുന്നേ, ഭയങ്കര ഒരു എനർജി, ഭയങ്കര പോസിറ്റിവിറ്റി. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് അവരായാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെ പതുക്കെ രാവിലെ കോളേജിൽ പോകാൻ എണീറ്റില്ലെങ്കിലും കൃത്യസമയത്ത് റിഹേഴ്സലിന് പോകും. അങ്ങനെയായി. അപ്പോൾ ഈ ലേറ്റ് പാസ് എല്ലാം എടുത്തതുകൊണ്ട് എന്നെ അടുത്ത കൊല്ലം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഞാൻ നാച്ചുറലായിട്ട്, അപ്പോൾ ഞാൻ കോളേജിനടുത്ത് തന്നെ ഒരു വീടെടുത്തു. കാരണം ക്ലാസ്സിലല്ലേ തീരെ പോവില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ ഒരേ സമയത്ത് 2-3 നാടകങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം അങ്ങനെ രാവിലെ തന്നെ നാടകത്തിന്റെ റിഹേഴ്സലിന് പോകും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സമയമുള്ളപ്പോൾ ക്ലാസ്സിൽ പോകും. എക്സാംസ് ഒക്കെ എഴുതുമായിരുന്നു. അന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഫിസിക്സ് അല്ലേ, ഞാൻ തലേദിവസം പഠിച്ചെഴുതിയാലും പാസ്സാവും. അത് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു കേട്ടോ. 3ാമത്തെ ഇയർ ആയപ്പോഴത്തേക്കും അരിയേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. അപ്പം അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ചെയ്തു. പിന്നെ 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കിനും 2nd ഇയർ ആയി കഴിഞ്ഞിട്ട് ഈ നാടകങ്ങൾ മാത്രമായി അറ്റൻഡൻസ് ഇല്ലായ്മ ഒരു പ്രശ്നമായപ്പോൾ
കോളേജ് യൂണിയൻ സൊസൈറ്റിയിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ MCCയുടെ പഴയ നാടക കമ്പനി വീണ്ടും തുടങ്ങാം, ഞാൻ മാത്രം, എനിക്കൊരു 20 പിള്ളേരെ വേണം, എന്നിട്ട് എല്ലാ കോമ്പറ്റീഷൻസിനും ഞങ്ങൾ വിട്ടു, ഞാൻ നല്ലപോലെ പെർഫോം ചെയ്യിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്കൊരു അരക്കൈ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ഫസ്റ്റ് ഇയേഴ്സിനെ കിട്ടി എൻ്റെ ടീമായിട്ട്. അവർ വെച്ചൊരു 5-6 നാടകം ഉണ്ടാക്കി കോളേജിൽ 2 രാത്രി ഞങ്ങൾ ഓഡിറ്റോറിയം റെൻറ്റ് ചെയ്തിട്ട് അത് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അവർ ഈ ഇൻ്റർ കോളേജിയേറ്റ് തിയേറ്റർ കോമ്പറ്റീഷൻസിന് ഞങ്ങളെ അയച്ചു തുടങ്ങി. അങ്ങനെ സെക്കൻഡ് ഇയറിൽ ഞങ്ങളൊരു 17 കോമ്പറ്റീഷൻസിന് പോയി. 13 എണ്ണത്തിൽ ഞങ്ങൾ പ്ലേസ്ഡ് ആയിരുന്നു, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് എല്ലാത്തിനും വന്നിരുന്നു. അപ്പോൾ അങ്ങനെ തേർഡ് ഇയർ ആയപ്പോൾ ഭയങ്കര സപ്പോർട്ടായി കോളേജിൽ. MCCയിലെ തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അവർ വരുന്നുണ്ടോ, അപ്പോൾ ഫസ്റ്റ് അവർക്കായിരിക്കും അങ്ങനെ അത്രയും പേര് ആ ഒരു ലെവലിലേക്കൊക്കെ എത്തി. പിന്നെ ഭയങ്കര എളുപ്പമായിരുന്നു കോളേജിലെ കാര്യങ്ങൾ. ക്ലാസ്സിലൊന്നും കയറണ്ട, ഓൺ ഡ്യൂട്ടി അറ്റൻഡൻസ് ഉണ്ട്, നാടകങ്ങൾ മാത്രം ചെയ്താൽ മതി. അങ്ങനെ എല്ലാം റെഡിയായിട്ട് തേർഡ് ഇയർ കോളേജിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കിനും എനിക്ക് അവരൊരു ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻറ്റ് അവാർഡ് തന്നു. ഏറ്റവും കൂടുതൽ എക്സ്ട്രാ കരിക്കുലേഴ്സ് കോളേജിന് വേണ്ടി ജയിച്ചതിന് വേണ്ടി. അതിൻ്റെ അടുത്ത ദിവസം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കൊരു ഇയർ ഔട്ട് അടിച്ചു തന്നു. പരീക്ഷകളെല്ലാം മിസ് ചെയ്ത് നാടകങ്ങൾ ചെയ്തത് കാരണം നീ ഒരു കൊല്ലം തിരിച്ചു വന്നിട്ട് ലാബ് എക്സാം ഒന്നുകൂടെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെന്നൈയിൽ 4 കൊല്ലം BScക്ക് പഠിച്ചു. പക്ഷെ എന്നാലും ഇപ്പം പഠിച്ചതെല്ലാം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നതുകൊണ്ട് പഠിച്ചത് വേസ്റ്റ് ആയെന്ന് വരുന്നില്ല. സർട്ടിഫിക്കറ്റ് കിട്ടി. അല്ല, ഞാൻ എഞ്ചിനീയറിംഗിന്റെ കാര്യം അത് ഇല്ല, എഞ്ചിനീയറിംഗിനെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ബാച്ചിലെ ക്ലാസ് എങ്ങനെ പഠിച്ചു എന്ന് വേണമെങ്കിൽ റോഷൻ അറിയാൻ മേല. പക്ഷെ അവർ അത്ര വലിയൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നില്ല. ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നേനെ 4 കൊല്ലം. അതാണ്, അവരും ഒരു സുഖമല്ലായിരുന്നു അല്ലേ? അവര് സുഖമുള്ള 1-2 പേരുണ്ടായിരുന്നു. ഇതൊന്നും TV-യിൽ പറയാൻ പാടില്ല. അവരൊക്കെ മിക്കവാറും ഇപ്പം ഫാൻസ് ആയിട്ടായിരിക്കും ഈ ഷോ ഇരുന്ന് കാണുന്നത്. എടോ, ഇനി തനിക്ക് ഞാൻ ലാസ്റ്റ് ടൈം ചോദിക്കണമെന്ന് വിചാരിച്ചത്, തനിക്ക് പ്രയാഗ എന്ന് പറയുന്ന പേര് ആരോടും ഇട്ടു? അപ്പയും അമ്മയും തന്നെയാണ് ഇട്ടത്. പക്ഷെ അമ്മയുടെ സെലക്ഷൻ ആണ് പ്രയാഗ. മീനിങ് ഉണ്ട്. കാരണം അമ്മ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അമ്മ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു വായിച്ച ബുക്കിൽ കണ്ടെത്തിയ പേരാണ് പ്രയാഗ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ട് ഷീ ഡിഡ്ന്റ് ഹാവ്. അപ്പം അമ്മ 1 വർഷം കഴിഞ്ഞിട്ട് എന്തോ അമ്മ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടായപ്പം അമ്മ ആ പേര് അന്നേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പെൺകുട്ടിയാണെങ്കിൽ പ്രയാഗ എന്ന്. അങ്ങനെ പ്രതീക് എന്നായിരുന്നു അമ്മ. ഓക്കെ, നല്ല പേര്. അതാണ്. സിനിമയിലേക്ക് വന്നത് എങ്ങനെയാടോ? നാടകം വരെ നമ്മൾ എത്തിയത്. അപ്പോ ഞാൻ ബോംബെയിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പം, ഡ്രാമ സ്കൂൾ മുംബൈയിൽ. കാരണം ഇത് നാടകം ആണ് ജീവിതം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നാടകം കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ വിചാരിച്ചൊരു കാര്യം ചെയ്യാം, ഇതിലൊരു ഡിഗ്രി ഒക്കെ എടുക്കാം. എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് താല്പര്യമുള്ളത് പഠിക്കണ്ടേ. സ്കൂളിൽ നമ്മളല്ല തീരുമാനിക്കുന്നത്, കോളേജ് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് പഠിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഡ്രാമ സ്കൂൾ മുംബൈയിൽ അഡ്മിഷൻ കിട്ടി. 3-4 സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു, അവിടെ അഡ്മിഷൻ കിട്ടി. അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് 1 കൊല്ലം ബോംബെയിൽ തന്നെ നിന്നു, അവിടുത്തെ കമ്പനീസിൻ്റെ കൂടെ തിയേറ്റർ ചെയ്യാൻ. അവിടെ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ലെവലിലാണ് അവരുടെ വർക്കിംഗ് ക്വാളിറ്റി. പിന്നെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ടാലൻറ്റ് ലെവൽ എല്ലാം ഒരുപാട് മേളിലാണ്. അപ്പം നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ 1 കൊല്ലം വർക്ക് ചെയ്തു. ആ സമയത്താണ് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. കാരണം അപ്പം ഈ തിയേറ്ററിൽ നിന്ന് പേയ്മെൻറ്റ് ഒട്ടും കിട്ടാറില്ല. ഷോസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് പേയ്മെൻറ്റ്. ബോംബെയിലെ ലിവിങ് എക്സ്പെൻഡിച്ചർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എല്ലാ ദിവസവും പോയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ ആഡ്സിനും ഷോർട്ട് ഫിലിംസിനും മ്യൂസിക് വീഡിയോസ്, സിനിമകൾ, വെബ് സീരീസ്, ഇതെല്ലാത്തിനും ഓഡിഷൻ ചെയ്യും. അങ്ങനെ അവിടെ കുറച്ച് ക്യാമറ വർക്ക് ചെയ്തു. അപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി, ഇത് കൊള്ളാം, ഒരു രസമുണ്ട് ചെയ്യാൻ, നമ്മൾ ചെയ്യുന്ന സാധനം തന്നെ, എന്നാൽ അതല്ല. അപ്പോൾ നാട്ടിലൊരു 1.5-2 മാസത്തെ ഒരു ബ്രേക്ക് എടുക്കാൻ വന്നു. ഈ 2 കൊല്ലം ബോംബെ ജീവിതം കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോകാനാണ്. പക്ഷെ ഒന്ന് അമ്മയുടെ കൂടെ നിന്ന് ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ വീട്ടിൽ അത് തന്നെയല്ല, വീട്ടിൽ പെട്ടെന്ന് ഇത്തിരി ബഹുമാനം കിട്ടി തുടങ്ങിയ സമയം. അതെ, ഇവൻ പോയിട്ട് ഡ്രാമ സ്കൂളിലൊക്കെ പഠിച്ചു, ഇവന്റെ ബോംബെയിൽ നാടകങ്ങൾ ചെയ്യുന്നു, പത്രങ്ങളിൽ ഇവനെ പറ്റിയിട്ട് ആർട്ടിക്കിൾ വരുന്നില്ല, ഈ വരുന്ന റിവ്യൂസിലൊക്കെ പേരെടുത്ത് വരുന്നു. പിന്നെ എൻ്റെ ഡ്രാമ സ്കൂളിലെ ഗ്രാജുവേഷൻ പ്ലേ ഇവര് പൂനെയിൽ വെച്ച് വന്ന് കണ്ടു. അപ്പം ഇവൻ മതിപ്പായി അപ്പനും അമ്മയ്ക്കും. അതെ, കൊള്ളാം, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതില് വീട്ടിലേക്ക് വന്നു, മറ്റേ വലിയ ആളായിട്ട് വീട്ടിലേക്ക് വന്ന് മേളില് TV കണ്ടോണ്ടിരിക്കുമ്പോ അമ്മ എനിക്ക് ഭക്ഷണം വേണമെന്ന് വിളിച്ചു പറഞ്ഞ അമ്മ ഭക്ഷണം കൊണ്ടുവരും. അപ്പൊ ആ ഒരു ടൈമില് എൻ്റെ അമ്മ PWDയിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അമ്മ എഞ്ചിനീയർ ആണ് കേട്ടോ. അപ്പോൾ അമ്മ PWDയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നിടത്ത് അവരുടെ
CET-യിൽ പഠിച്ചവരുടെ ഒരു അലുമിനൈ മീറ്റ് ഉണ്ടായിരുന്നു. അതിൽ കിരീടമുണ്ണി സാറ് വന്നിട്ടുണ്ട്. സാറിൻ്റെ മാമിനെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ സാറിൻ്റെ വൈഫ് CET-യിൽ പഠിച്ച എൻ്റെ അമ്മയുടെ ബാച്ച്മേറ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേജിൽ ചെറിയൊരു കഥ പറഞ്ഞായിരുന്നു. വേറെ ഒന്നുമല്ല, പെർഫോമൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഞങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു ചെറിയ ഇൻസിഡൻറ്റ് ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. പറയണ്ടായിരുന്നു, പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്കൊന്ന് കേട്ടേ പറ്റും. അയ്യോ, അതൊരു വല്ലാത്ത കഥയാണ്. അതെന്ത് കഥയാ? ഞങ്ങൾക്ക് ചുരുക്കി പറഞ്ഞു തന്നാ മതി. ഓക്കെ, ചുരുക്കി പറയാം. എന്നെ ഒട്ടും ജഡ്ജ് ചെയ്യരുതേ, ഞാൻ തീരെ ചെറുതാ. ഓക്കെ, ഒരു 12 വയസ്സ്. അപ്പോൾ ആ സമയത്ത് ഈ അവധി ദിവസങ്ങളിൽ വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അവിടെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അമ്മച്ചി അമ്മയുടെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കും, അമ്മ എൻ്റെ തലയിൽ എണ്ണ തേച്ച് തരും. അങ്ങനെയാണ്. ഇപ്പം എൻ്റെ ചേച്ചി ഉണ്ടെങ്കിൽ അവൾ ഇടയ്ക്ക് കയറും. എങ്ങനെയൊക്കെയാലും ഞാൻ ഏറ്റവും ഇളതാ വീട്ടിൽ, അപ്പോൾ എനിക്ക് ആരുടെയും തലയിൽ എണ്ണ വെക്കേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ടാണ് പോയി കുളിക്കുന്നത്. അവിടെ ഒരു കുളിമുറിയേ ഉള്ളൂ, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം അമ്മ കുളിക്കാൻ കയറിയ സമയത്ത് അന്ന് വേറെ ആരും ഇല്ല, കസിൻസ് ആരും ഇല്ല. അപ്പോൾ ഞാനൊരു ക്രിക്കറ്റ് ബോൾ എടുത്ത് ഓടി ഡൈനിങ് റൂമിൻ്റെ അങ്ങോട്ട് ഓടി വരും. ഈ ക്രിക്കറ്റ് ബോൾ എറിയും, അത് തിരിച്ചു വരുമ്പോൾ പിടിക്കും. ഇതാണ് എൻ്റെ കളി. അപ്പോൾ അമ്മ അകത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്, എടാ തലയിൽ എണ്ണ തേച്ചിട്ട് വേർക്കരുത്, നിനക്ക് പനി വരും. അതൊന്നും കേൾക്കുന്നില്ല, കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം അമ്മ കുളിച്ചിട്ട് ഇറങ്ങിയ സമയത്തേക്ക് ഭയങ്കരമായിട്ട് വേർത്ത് വല്ലാണ്ടിങ്ങനെ നിൽക്കുക. അപ്പം അമ്മ നല്ല വഴക്ക് പറഞ്ഞു, പെട്ടെന്ന് പോയി കുളിച്ചോ എന്ന് പറഞ്ഞു. പാഞ്ഞ ബാത്റൂമിലേക്ക് കയറി പോകുന്ന വഴിക്ക് അമ്മേനെ പാസ് ചെയ്ത് അമ്മ ബെഡ്റൂമിൽ നിന്ന് തല തോർത്തിക്കൊണ്ടിരിക്കുക. അപ്പം അമ്മ പറഞ്ഞു, എടാ ഓടി ബാത്റൂമിലേക്ക് കയറിയെടുത്ത് അവിടെ തറയിൽ എണ്ണ കിടപ്പുണ്ട് എന്ന് പറഞ്ഞ സമയത്തേക്ക് അവിടെ ചെന്ന് ആഞ്ഞൊരു വീഴ്ച വീണ് ബാത്റൂമിനകത്ത് മുഴുവൻ ആ ഒരു ശബ്ദം എക്കോ ചെയ്യുന്ന മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അമ്മ അവിടുന്ന് നേരെ എന്നെ എടുത്തിട്ട് ബെഡ്റൂമിൽ ബെഡിന് അങ്ങോട്ട് കൊണ്ട് ബെഡിൽ കിടത്തി കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എന്നെ വിളിച്ചെണീപ്പിക്കാനൊക്കെ നോക്കും. അപ്പം എൻ്റെ കണ്ണ് എവിടെയോ അൺഫോക്കസ്ഡ് ആണ്. അപ്പം ഞാൻ ഒരു 3 സെക്കൻഡ് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുന്നതിന് ജസ്റ്റ് 1 സെക്കൻഡ് മുമ്പ് അമ്മ ഭയങ്കരമായിട്ടും കരഞ്ഞ് നിലവിളിച്ചു. അമ്മ കരയുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ 1 സെക്കൻഡ് ഉണ്ടായിരുന്നു വേണമെങ്കിലും അമ്മയെന്ന് വിളിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു, അമ്മ വിചാരിച്ചേക്കുന്നത് ഞാൻ അനങ്ങുന്നില്ല, അപ്പോൾ ഇത് നമുക്ക് കുറച്ചൊന്ന് പുഷ് ചെയ്ത് നോക്കിയാലോ, എവിടെ വരെ പോകും. 12 വയസ്സിൽ ചിന്തിച്ച് ആലോചിച്ചു, ഇതിലാണ് ജഡ്ജ് ചെയ്യരുത്. വെറുതെ ഒരു രസത്തിന് ഞാൻ വിചാരിച്ചു കുറച്ചു നേരം ഒന്ന് അനങ്ങാതെ കിടന്നു നോക്കാം, എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. 1 സെക്കൻഡിൽ അമ്മ കരഞ്ഞ് നിലവിളിച്ച് കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് പേടിയായി. ഞാൻ അമ്മ അങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ല. ഇതിലൊരു ഗ്യാപ്പും ഇല്ല. അമ്മയെന്നൊന്ന് വിളിച്ചു. അമ്മ എന്നിട്ട് പെട്ടെന്ന് എടുത്ത് കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് അമ്മച്ചി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് കേൾക്കുന്നില്ല, ഭയങ്കര കരച്ചില്. ഉയ്യോ, അന്ന് അത് കഴിഞ്ഞ പിന്നെ ലൈഫിൽ അമ്മേനെ പറ്റിക്കാനായിട്ടൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അത് ഒരൊറ്റ പ്രാവശ്യം പിന്നെ എൻ്റെ അമ്മച്ചി വന്നിട്ടാണ് ഇങ്ങനെ അമ്മച്ചിയാണ് നോട്ട് ചെയ്യുന്നത്, കണ്ണൊക്കെ അനക്കുന്നുണ്ടല്ലോ കരയുന്നുണ്ടല്ലോ കുഴപ്പമില്ല. പിന്നെ അമ്മ ഒന്ന് സീരിയസ് ആയിട്ട് ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ അത്രയും ഇൻവോൾവ്മെന്റ് അത്രയും സീരിയസ് ആയിട്ട് തോന്നിയ ഒരു സീൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? നിങ്ങൾ നല്ല ഡീപ്പായിട്ട് അതിങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലാവും അങ്ങനെ ചിന്തിച്ച് ചെയ്ത ഒരു സീൻ ഏതൊക്കെയാണ്? വളരെ എന്താ പറയുക, മീനിങ് ഫുൾ ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളിലൂടെ ഞങ്ങളുടെ 2 കഥാപാത്രങ്ങൾ പോകുന്നുണ്ട്. അതിലൊന്ന് എന്താ പറയുന്നത്, നമ്മൾ 2 പേരും മുംതാസും മൻസൂറും വളരെ ഇമോഷൻസിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് എന്നാൽ പൊട്ടിത്തെറിക്കാതെ വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്ത ഒരു സീനുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് മൈ എന്താ പറയുക മോസ്റ്റ് ഫേവറേറ്റിനേക്കാൾ ഉപരി കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു ആ സീൻ. ഇറ്റ് വാസ് നോട്ട് ഈസി. നേരത്തെ അറിയാം, ഇത് സ്ക്രിപ്റ്റ് നല്ലോണം നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അറിയാം ഈ സീൻ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ 2 ക്യാരക്ടേഴ്സിനും കൂടെ ചെയ്യാനുള്ള സീനുകളിൽ വെച്ച് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ആവാൻ സാധ്യതയുള്ള സീൻ ഇതാണ്. ഇത് സെറ്റിലും എല്ലാവർക്കും അറിയാം. അപ്പോൾ രാവിലെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പിന്നെ മറ്റേ സീനുണ്ട് കേട്ടോ, അത് പറയും. സാധാരണ അങ്ങനൊരു പറച്ചിലില്ല, ഇന്നത്തെ സീൻസ് ഇതൊക്കെ എന്നായിരുന്നു. അപ്പം ഇന്ന് ഈ പ്രാവശ്യം ആ പറച്ചിലുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ സമയം കിട്ടിയപ്പോൾ റിഹേഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ സീൻ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ളൊരു സ്പേസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആൻഡ് MJ രാധാകൃഷ്ണൻ സർ വാസ് ബ്രില്യൻറ്റ്. അത് ആ സീൻ കാണുമ്പോഴത്തേക്കിനും മനസ്സിലാവും. പക്ഷെ അത് ഷൂട്ട് ചെയ്തേക്കുന്ന രീതി വാസ് അമേസിങ്. അപ്പോൾ എല്ലാവരും അവിടെ ഒരു വൈകുന്നേരം ആയപ്പോഴേ കയറി സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. റോഷൻ പ്രയാഗം വന്നുകൊണ്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങാം, ഇത് കുറച്ച് സമയം എടുക്കും എന്നുള്ളൊരു രീതിയിലാണ് എല്ലാവരും.
ഞങ്ങൾ ചെന്നു, ഞങ്ങൾ ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ സീൻ തീർന്നു. ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. കാരണം ആരും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ. മക്കളെ, ഈ ഒരു സന്തോഷക്കാരി സമയത്തെ എനിക്കൊരു നല്ലൊരു പാട്ട്. എന്തായാലും ഈ റംസാൻ വരുന്നത് വർത്താനം കേട്ടോ സ്ഥിതിക്ക് നമ്മുടെ ഈ നിറഞ്ഞ ഒരു വിരുന്ന് കൊടുക്കാൻ ഇതുവരെ ഒത്തില്ല. അതുകൊണ്ട് നമുക്കൊരു ഇച്ചിരി വിളമ്പി കൊടുത്തേച്ച് ബാക്കി വിശേഷം ചോദിക്കാം കേട്ടോ. खुदी से मैंने इश्क किया रे, जिया जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया हो जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया. ഇത് അടിപൊളിയാട്ടോ. ഓ ഇതും അമേസിങ്. ഇത് വേറൊരു ടേസ്റ്റ് അല്ലേ, നമ്മൾ നോർമലി കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യാസം അല്ലേ? അത് കുറച്ച് ആനീസ് ടച്ചും കൂടെ വരുന്നുണ്ടായിരുന്നു. അതാണ്. റോഷൻ എനിക്കൊന്നും കുറേയൊക്കെ വീട് വിട്ടല്ലേ പഠിക്കാനൊക്കെ ചെന്നൈയിലും. ഇപ്പം കുക്കിംഗ് ഒക്കെ എങ്ങനെയാ? ഞാൻ തന്നെ കുറച്ചൊക്കെ ചെയ്യും, വളരെ കുറച്ച്. എനിക്കിഷ്ടമാണ് കുക്കിംഗ്. ആ, അത്ര നന്നായിട്ട് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം. അതത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ, കാരണം ഈ പുറത്തുനിന്ന് ഒരുപാട് കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും മടുക്കുമല്ലോ. എത്ര നല്ലൊരു ഹോട്ടലാണെന്ന് പറഞ്ഞാലും നമുക്ക് റെഗുലർ ആയിട്ട്. ഇതിന്റെ ഇടയിൽ നമ്മളൊരു ഗ്യാപ്പ് ഇട്ട ഒരാൾക്ക് വേണ്ടിയിട്ട്. റോഷൻ പോരട്ടെ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ നേരത്തെ. ഞാൻ കേട്ടു, മധുശ്രീ കേട്ടു, പ്രയാഗ കേട്ടു. പിന്നെ ഞാൻ പാട്ടേ വോയിസ് ആണ്. അതെ. എന്ന് ഇനി മാത്രല്ല പാടിയിട്ട് മധുശ്രീയുടെ തല്ലുകൊള്ളുന്നത് കൂടെ ഞങ്ങള് കാണല്ലേ. അത് വേറൊരു പ്രശ്നവും. ഇവിടെ മധുശ്രീ ഇരിക്കുന്നതാണ് വേറൊരു പ്രശ്നം. ഇച്ചിരി മാറ്റിയിരുത്തണോ? ആ ഒരു കമ്പാരിസണിന്റെ സ്കെയിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എവിടുന്ന് എന്നാലും ഇച്ചിരി ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ. എന്തോരം ഫാൻസ് ഉണ്ട്. മധുശ്രീ തന്നെ പറയുന്നത് എന്റെ സ്കൂളില് ഫാൻസ് ഉണ്ട് കേട്ടോ ഒരുപാട്. അതൊക്കെ ഇതുകൊണ്ടൊരു തീരുമാനമായിരിക്കും. ഫാൻസ് ഒന്നും പോവാത്ത രീതിയിലുള്ള ഒരു പാട്ട് അനുഗ്രഹിക്കണം. എപ്പോഴും ഉണ്ട്. आज़मा ले आज खुद को आज़मा ले, फिरता है कब से ये दिल संभाले. हो बोल ये लब्बे रुके हैं, तेरे सजदे में छुके हैं, पल पल बिखरे हैं कितने उजाले. പിന്നെ എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പടം തീർച്ചയായിട്ടും കാണണം. അതായത് വിശ്വാസപൂർവ്വം മൻസൂർ, അത്ര വിശ്വാസമാണ് മൻസൂറിനെ എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ അത് കണ്ടിരിക്കണം. മാത്രമല്ല ഒരുപാട് നല്ല പാട്ടുകൾ നമ്മൾ കേട്ടു. മോള് നല്ല അസലായിട്ട് പാടിയിട്ടുണ്ട്.